ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചട്നിയാണ്. ദോശയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് തക്കാളി ചട്നിക്ക് വേണ്ടിയാണ് തക്കാളിയും ഒരു സവോളയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തൊക്കെ എടുത്തു. അത് കഴിഞ്ഞൊരു പാനൊക്കെ നമ്മൾ അടുപ്പ് വെച്ചു. പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ആ പരിപ്പൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് സവോളയൊക്കെ ഇട്ട് സവോള നല്ലതായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കുക. അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ 2 തക്കാളിപ്പഴം കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അത് വഴന്ന് വരണം. വഴന്ന് വന്നു കഴിയുമ്പം ചൂടൊന്ന് ആറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചട്നി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പിൽ വെക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചു കടുക് തളിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ അവിടെ കിടന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അത് അവിടെ കിടന്ന് പൊട്ടട്ടെ. അപ്പോൾ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു. നല്ലതായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്തു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതെല്ലാം താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ താളിച്ചത് നമുക്ക് അതിലേക്ക് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ദോശയുടെ കൂടെ സ്പെഷ്യലാണ് തക്കാളി ചട്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദോശയും തക്കാളി ചട്നിയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്